മോർണിംഗ് വോയിസിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിനാഥ്. അധികാര കൈമാറ്റത്തിന് ശേഷം ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവവികാസങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുന്നത്? നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ശേഷം മിക്കവാറും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളായപ്പോഴും സൗഹൃദത്തിലായിരുന്ന ബംഗ്ലാദേശുമായുള്ള ബന്ധവും ഇതോടെ മോശമാകുകയാണോ? സെക്യുലർ നിലപാടുണ്ടെന്ന് പറയുമ്പോഴും ഏറെക്കാലം നീണ്ട ദുർഭരണമല്ലേ ഷെയ്ഖ് ഹസീനയ്ക്ക് സ്ഥാനം നഷ്ടപ്പെടാൻ കാരണം? ഇപ്പോൾ അവിടെ ന്യൂനപക്ഷങ്ങൾ ഒട്ടും തന്നെ പീഡിപ്പിക്കുന്നില്ല എന്ന് പറയാനാകില്ല എങ്കിലും ഇവിടെ പ്രചരിപ്പിക്കുന്നത് പോലെ വ്യാപകമാണോ അത്? ഏതൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ശക്തിപ്പെടുന്നത്? കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് വിഭാഗത്തിൽ എമറിറ്റസ് പ്രൊഫസറായ ഷാജി വർക്കി സംസാരിക്കുന്നു. മോർണിംഗ് വോയിസിലേക്ക് സ്വാഗതം സർ. ബംഗ്ലാദേശില് ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. അതിന് പല കാരണങ്ങൾ അതിന് നമുക്ക് പറയാൻ കഴിയും. ചരിത്രപരമായിട്ട് തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും ഒരു പ്രദേശത്തിന്റെ ഭാഗമാണ്. സാംസ്കാരികമായിട്ടുള്ള വലിയ കൊടുക്കൽ വാങ്ങലുകൾ ഈ പ്രദേശങ്ങളിൽ ജീവിച്ചവർ തമ്മിലുണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് തോളോട് തോൾ ചേർന്ന് സമരം ചെയ്തവരാണ്. ഇങ്ങനെയൊക്കെ നോക്കിയാൽ സാംസ്കാരികമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ ഒരേ ഭൂവിഭാഗത്തിന്റെ ഭാഗമായിരുന്നവര്, ഒരേ സംസ്കാരത്തിന്റെ ശേഷിപ്പുകൾ ഏറ്റുവാങ്ങുന്നവർ. ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചാലും അത് ഇന്ത്യയുടെ പ്രശ്നം കൂടിയാണ്. അത് മാത്രമല്ല 1971 ശേഷം ഒരു പ്രത്യേക രാഷ്ട്രമായി പാകിസ്ഥാനിൽ നിന്ന് വിഭജനത്തിലൂടെ പുതിയ രാഷ്ട്രമായി മാറുന്ന ബംഗ്ലാദേശ്, ആ രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിലടക്കം വലിയ തോതിൽ ഇന്ത്യ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പിൽക്കാലത്തെ ചരിത്രം പരിശോധിച്ചാലും ഏറെക്കുറെ ഊഷ്മളമായ ഒരു ബന്ധമാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിലുള്ള ഒരുപക്ഷെ ഈ സൗത്ത് ഏഷ്യയെ, ദക്ഷിണ ഏഷ്യയിലെ ഏറ്റവും അധികം പാകിസ്ഥാൻ ആയിട്ടുള്ള ബന്ധം ശിഥിലീകൃതമായ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം സാമ്പത്തികമായിട്ടുള്ള റിലേഷൻസ്, എക്കണോമിക് റിലേഷൻസ് ശക്തമായിട്ട് തുടരുന്ന ഒരു രാജ്യം ഇന്ത്യയും ബംഗ്ലാദേശും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രവും ഇന്ത്യയെ സംബന്ധിച്ച് ബംഗ്ലാദേശും, ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ഇന്ത്യയും. 18 ബില്യൺ ഡോളറിന്റെ കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ നടത്തുന്നുണ്ട്. അത് വലിയ അത്ര ചെറിയ തുകയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള ബന്ധമാണ്. പ്രത്യേകിച്ചും ഇന്ത്യ ചൈന ബന്ധം വഷളായിരിക്കുകയാണ്, വളരെയധികം മോശമായ സ്ഥിതിയിലാണ്. അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പൊ നമുക്ക് പൊതുവിൽ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മുടെ നെയ്ബർഹുഡ് പോളിസി എന്ന് പറയുന്നത്, നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വഷളായിട്ടുണ്ട്. ഒരു വലിയ പരിധി വരെ ഇന്ത്യക്ക് പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം വഷളായി, ഇന്ത്യക്ക് നേപ്പാളുമായിട്ടും ഭൂട്ടാനുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടായിട്ടുണ്ട്. ശ്രീലങ്കയുമായിട്ടുള്ള ബന്ധത്തില് മോശമായിട്ടുണ്ട്. മാലിയുമായിട്ടുള്ള ബന്ധത്തില്, മാൽദീവ്സുമായിട്ടുള്ള ബന്ധത്തില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു കാലത്ത് വളരെയധികം ഊഷ്മളമായ ബന്ധം സൂചിച്ചിരുന്ന ഈ രാജ്യങ്ങളുമൊക്കെ ആയിട്ടുള്ള ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യത്തിൽ പോലും ബംഗ്ലാദേശുമായിട്ട് ഏറെക്കുറെ സൗഹൃദപരമായ ഒരു ബന്ധം സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഒരു തന്ത്രപരമായ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ബംഗ്ലാദേശിനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് നിർത്തുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ആവശ്യം കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് ചില മിലിറ്ററി എക്സർസൈസസ് ഒക്കെ ബംഗസാഗർ എന്നൊക്കെ പറയുന്ന മിലിറ്ററി എക്സർസൈസസ് ഒക്കെ ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ ഈ സെക്യൂരിറ്റി ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പരിശോധിച്ചാലും ഇന്ത്യയുടെ ഏകദേശം 4000 കിലോമീറ്റർ നീളമുള്ള ലാൻഡ് ബോർഡർ ഉണ്ട്. ഏകദേശം 150-200 കിലോമീറ്ററിലെ ഒക്കെ നീളത്തിലുള്ള മാരിടൈം സമുദ്ര അതിന്റെ ഒരു ബോർഡർ ഉണ്ട്. റിവേഴ്സ് പല പ്രദേശങ്ങളിലും നദികളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ബോർഡറുകളായിട്ട് തീരുന്നത്. അപ്പം അത് മാത്രമല്ല, ഈ ബോർഡറുകളിലെ പല സ്ഥലങ്ങളിലും ഇന്ത്യയും പാകിസ്ഥാനും പോലെയോ അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും പോലെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ അതിർത്തികളൊക്കെ വളരെ കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യപ്പെടുകയോ
അല്ലെങ്കിൽ ആ പ്രദേശങ്ങളിലൊക്കെ കമ്പി വേലികളോ അങ്ങനെയൊക്കെ അതിർത്തി ഒക്കെ വളരെ കൃത്യമായിട്ട് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വലിയ രീതിയിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ പല രീതിയിലും നടക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോഴും നമുക്ക് ബംഗ്ലാദേശ് അതിർത്തിയിലൊക്കെ ചെല്ലാൻ കഴിയുന്ന പല സ്ഥലങ്ങളിലുണ്ട്. നടന്ന് അല്പദൂരമൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് കടന്നു പോകാൻ പോലും കഴിയുന്ന രീതിയിലുള്ള വളരെ ഒരുപക്ഷെ നമ്മൾ പോറസ് എന്ന് പറയാനുള്ള പോറസ് ആയിട്ടുള്ള ബോർഡറുകളുള്ള സ്ഥലങ്ങളാണ് ഇന്ത്യയും ബംഗ്ലാദേശും. അതിർത്തി പ്രശ്നങ്ങളൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായിരുന്ന ചില ലാൻഡ് അതിർത്തി ഭൂതർക്കങ്ങളൊക്കെ ഈ അടുത്ത കാലത്തൊക്കെ പരിഹരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിലൊക്കെ കുറച്ചുകൂടെ ഈ ബന്ധത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ജലതർക്കങ്ങൾ. അതും വളരെ നീണ്ട കാലത്തെ ജലതർക്കമുണ്ട്. മിക്കവാറും ഈ പ്രദേശങ്ങളിലൂടെ പ്രത്യേകിച്ചും ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന എല്ലാ നദികളും ഇന്റർ റിവേഴ്സ് ആണ്. ഒരു രാജ്യത്ത് ഉത്ഭവിക്കുകയും വേറൊരു രാജ്യത്തിലൂടെ ഒഴുകുകയും മൂന്നാം രാജ്യത്തോ നാലാം രാജ്യത്തിലൊക്കെ ആണ് ഒരുപക്ഷെ സമുദ്രത്തിൽ എത്തിച്ചേരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള നദികളുടെ ആ നദീ ജലത്തിന്റെ വിഭജനത്തെ സംബന്ധിച്ച് അതിന്റെ ഷെയറിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഫറാക്ക ബറാജ് പ്രശ്നം. ഫറാക്ക ഈ നദിയിലെ ഫറാക്ക എന്ന സ്ഥലത്ത് ഒരു ബാരേജ് ഉണ്ടാക്കുകയും ഒരു തടയണ നിർമ്മിക്കുകയും ിലേക്ക് വരുന്ന ഹുഗ്ലി നദിയിൽ ഉണ്ടാകുന്ന ഫിൽറ്റേഷൻ എക്കലടിയുന്ന പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അതിലെ ഈ തടയണയിലൂടെ അത് സൃഷ്ടിക്കുന്നതിലൂടെ അതിന്റെ നിർമ്മാണത്തിലൂടെ കൂടുതൽ വെള്ളം ഇന്ത്യ വഴിതിരിച്ചു വിടുന്ന ഒരു പ്രശ്നമുണ്ടായി. അത് വലിയ അധികം ചർച്ചകൾക്ക് നീണ്ട ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട് അതിന്റെ പേരിൽ ഉണ്ടാവുകയും അവസാനം 1995-ലോ 96-ലോ അതിന് ഒരു പരിഹാരം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പം ഒരുപക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ടീസ്റ്റ നദിയുടെ ഷെയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടില്ല. അതിപ്പോഴും അത് വലിയ രീതിയിൽ പരിഹരിക്കാതെ കിടക്കുന്ന പ്രശ്നമാണ്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ അത് പരിഹരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുകയും പിന്നീട് അത് വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ പശ്ചിമ ബംഗാൾ ഗവൺമെന്റിന്റെ മമതാ ബാനർജിയുടെ എതിർപ്പിന്റെ അടിസ്ഥാനത്തിൽ അത് മുന്നോട്ട് പോകാൻ കഴിയാതെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. നദീജല തർക്കത്തെ സംബന്ധിച്ചുള്ള പൊതുവിൽ അതിന് വിലയിരുത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ നിലപാടിനെ സംബന്ധിച്ച് വിയോജനം പറയാൻ കഴിയും. കാരണം ഇന്ത്യയാണ് പലപ്പോഴും അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ്, അതായത് ഈ നദിയുടെ മുകൾ ഭാഗത്തുള്ള അല്ലെങ്കിൽ ഒഴുകുന്ന നദിയുടെ മുകൾ ഭാഗത്തുള്ള രാജ്യം എന്നുള്ള രീതിയിൽ കൂടുതൽ അവകാശങ്ങളിൽ കൂടുതൽ അതിൽ ആ ജലത്തിന്റെ ഉപഭോഗത്തെ സംബന്ധിച്ച് കൂടുതൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൂടുതലുള്ള രാജ്യം ഇന്ത്യക്കാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കുക, ഇറിഗേഷന് വേണ്ടിയും അല്ലെങ്കിൽ പവർ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ഒക്കെ ഈ ജലത്തെ തിരിച്ചുവിടുക, അതിനെ ഉപയോഗിക്കുക. അതിലൂടെ അതിന്റെ താഴേക്കുള്ള അധിവസിക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ സ്റ്റേറ്റുകളുടെ ഒക്കെ അവകാശത്തെ നിഷേധിക്കുന്ന ഒരു രീതിയാണ്. അത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലും ഒക്കെ അല്ലെങ്കിൽ ലോകമെമ്പാടും അത് സംഭവിക്കുന്നതാണ്. പൊതുവിൽ അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ്സിനാണ് ഇതിൽ പലപ്പോഴും ഈ അവകാശങ്ങൾ കിട്ടുന്നത്. അപ്പൊ ഇവിടെ അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ ടീസ്റ്റ വാട്ടർ ഡിസ്പ്യൂട്ടിന്റെ കാര്യത്തിൽ അത് വന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. പ്രത്യേകിച്ചും ബംഗ്ലാദേശ് അവകാശപ്പെട്ടതുപോലെ തുല്യമായ വിഭജനം, ഇന്ത്യക്കും പാകിസ്ഥാനും തുല്യമായ വിഭജനം എന്നുള്ള ഒരു ഫോർമുല ഇന്ത്യ ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ചർച്ച വഴിമുട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറയാം, അതായത് ഇത് ഈ കണക്ടിവിറ്റി, അതായത് ഇന്ത്യയും ബംഗ്ലാദേശും പീപ്പിൾ ടു പീപ്പിൾ ബന്ധം, ജനതകൾ തമ്മിലുള്ള പരസ്പര ബന്ധം ഏറ്റവും അധികം ശക്തിപ്പെട്ട ഒരു കാലം കൂടിയാണ് കഴിഞ്ഞ ഏതാനും ദശകങ്ങൾ. പ്രത്യേകിച്ചും 1980-90-കൾക്ക് ശേഷമുള്ളത്. അതായത് ട്രെയിൻ സർവീസുകൾ ഉണ്ടാക്കുക, ബസ് സർവീസുകൾ കൂടുതൽ ഇന്ത്യയും ബംഗ്ലാദേശിന്റെയും പ്രദേശങ്ങൾ തമ്മിൽ കൂടുതൽ സൃഷ്ടിക്കുക. ഈ രീതിയിൽ കൂടുതൽ സർവീസുകൾ സൃഷ്ടിക്കുക, അതായത് കോണ്ടാക്റ്റുകൾ, കണക്ടിവിറ്റി കൂട്ടാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്വാർക്ക് പോലെയുള്ള വേദികൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട്, ബിംസ്റ്റെക്, സ്വാർക്ക് അത്തരത്തിലുള്ള വേദികൾ ഉപയോഗിച്ചുകൊണ്ട് മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള കോഓപ്പറേഷന്, സഹകരണത്തിനുള്ള ശ്രമങ്ങളും വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സാർക്ക് എന്നുള്ള സംഘടനയുടെ രൂപീകരണം തന്നെ അതിന്റെ ആശയം തന്നെ വരുന്ന ബംഗ്ലാദേശിൽ നിന്നാണ്. അപ്പൊ ആ രീതിയിലൊക്കെ ഇന്ത്യക്ക് വേണ്ടപ്പെട്ട രാഷ്ട്രം, ഇന്ത്യയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രം, ചേർന്ന് നിൽക്കേണ്ട രാഷ്ട്രം, ഒരു നെയ്ബറെ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഒരു അയൽ രാഷ്ട്രത്തെ നമുക്ക് ചൂസ് ചെയ്യാൻ. അയൽ രാഷ്ട്രം നമ്മുടെ അടുത്ത് തന്നെ ഉള്ളതാണ്.
അതുമായിട്ടുള്ള ഏറ്റവും ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയൂ. അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. വേറൊരു രാഷ്ട്രം കൊണ്ട് ഒരു അയൽ രാഷ്ട്രത്തെ റീപ്ലേസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ ഈ സമീപകാലത്ത് നടന്ന സംഭവങ്ങളൊക്കെ നമ്മളെ വളരെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വളരെ വിഷമിപ്പിക്കുന്നതാണ്. കാരണം പ്രത്യേകിച്ചും ഈ ഓഗസ്റ്റ് 5-ന് ശേഷം, ഓഗസ്റ്റ് 3-ന് ശേഷം നടന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും അധികം ഈ ശത്രുതാപരമായ ഒരു രീതിയിലാണ് ഈ രണ്ട് രാഷ്ട്രങ്ങളും അല്ലെ രണ്ട് രാഷ്ട്രത്തിലെ എല്ലാവരും അങ്ങനെ പെരുമാറുന്നല്ല, എങ്കിലും വലിയ തോതിൽ അത്തരത്തിലുള്ള ബംഗ്ലാദേശില് ഇന്ത്യ വിരുദ്ധ വികാരവും ഇന്ത്യയില് ബംഗ്ലാദേശ് വിരുദ്ധ വികാരവും ആളിക്കത്തിക്കുന്ന ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണെങ്കിലും നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ച്, ബംഗ്ലാദേശിനെ സംബന്ധിച്ചുള്ള വിശാല താല്പര്യങ്ങൾക്ക് അനുയോജ്യമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നതിലും വളർത്തുന്നതിലുമൊക്കെ ഇരു രാജ്യങ്ങളിലെ നേതൃത്വം പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിലെ നേതൃത്വത്തിന് അതിന് പ്രധാനപ്പെട്ട പങ്കുണ്ട്. കാരണം ബംഗ്ലാദേശില് 2024 ജൂണില് സ്റ്റുഡൻസ് പ്രൊട്ടസ്റ്റ്, വിദ്യാർത്ഥികളുടെ ഒരു പ്രൊട്ടസ്റ്റ്, അത് ഫീസും വർധനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് അത് ഉണ്ടാവുന്നത്. പിന്നീട് ഇതിന് വലിയ മാനങ്ങൾ ഉണ്ടാകുന്നു. ഈ പ്രൊട്ടസ്റ്റിനെ ബംഗ്ലാദേശ് വളരെ റൂത്ത്ലെസ് ആയിട്ട്, വളരെ ശക്തമായിട്ട് അടിച്ചമർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഔദ്യോഗികമായിട്ട് 300 ആളുകൾ മരിച്ചു അല്ലെങ്കിൽ 400 ആളുകൾ മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അനൗദ്യോഗികമായ കണക്കുകൾ അതിലൊക്കെ കൂടുതലാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ പ്രൊട്ടസ്റ്റില്, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ മരിച്ചു എന്നാണ്. എന്താണെങ്കിലും ഇത് വിദ്യാർത്ഥികൾ നയിച്ച ഈ പ്രക്ഷോഭം ബംഗ്ലാദേശിൽ നിലനിന്ന ഒരു അസംതൃപ്തിയുടെ ഒരു എക്സ്പ്രഷനായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിലേക്ക് വിവിധ വിഭാഗം ആളുകൾ വളരെ പെട്ടെന്ന് വരികയും ഒരു ഗവൺമെന്റ് വിരുദ്ധ പ്രത്യേകിച്ചും ഷെയ്ഖ് ഹസീന വിരുദ്ധ വികാരമായി മാറുകയും അതിനെ അടിച്ചമർത്താനുള്ള എല്ലാ തരത്തിലുള്ള അതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ലഭ്യമാണ്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ അടക്കമുള്ള അത്തരത്തിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അടക്കമുള്ള ഓർഗനൈസേഷൻസ് അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് വലിയ തോതിലുള്ള റിപ്രഷൻ ആ സമയത്ത് ബംഗ്ലാദേശിൽ നടന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് വാസ്തവത്തിൽ ഈ ഒരു റിപ്രഷന്റെ അതിന്റെ അവസാനം ഹസീന ബംഗ്ലാദേശ് വിടാൻ നിർബന്ധിതയായി തീരുന്നു. ഉടൻ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്യുന്ന ഹസീന ഇന്ത്യയിൽ എത്തിച്ചേരുകയും ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം ലഭിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം അതിനുശേഷം ഹസീന വേറെ എവിടെയും പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യ വിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചത്. കാരണം ഹസീനയുടെ നീണ്ട കാലത്തെ ഭരണം, പ്രത്യേകിച്ചും ഏകദേശം 2000 കഴിഞ്ഞ 15 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ബംഗ്ലാദേശിലെ ഭരണത്തിലിരിക്കുക. അതിനു മുമ്പ് ഒരു 5 വർഷം കൂടെ, ഏകദേശം 20 വർഷത്തോളം അധികാരത്തിലിരുന്ന ഒരു നേതാവാണ് ഷെയ്ഖ് ഹസീന. അധികാരത്തിലിരുന്ന സമയത്ത് പലപ്പോഴും ഇവരെ മനസ്സിലാക്കേണ്ട രണ്ട് രീതിയിലാണ്. ഒരു രീതിയിൽ ഷെയ്ഖ് ഹസീന ചില പ്രോഗ്രസീവായിട്ടുള്ള പല കാര്യങ്ങളിലും ബംഗ്ലാദേശിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2000-ന് ശേഷമുള്ള സാമ്പത്തിക രംഗത്തെ മാറ്റമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് വലിയ തോതിൽ ബംഗ്ലാദേശ് വികസിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് പരിശോധിച്ചാൽ ഇന്ത്യക്ക് മുകളിലാണ് ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ സ്ഥാനം. പലപ്പോഴും വളരെ പിന്നോക്ക രാഷ്ട്രം എന്ന് പറയുന്ന ബംഗ്ലാദേശ് അതിന്റെ സുപ്രധാന മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം നടത്തിയ ഒരു കാലം കൂടിയാണ് ഈ ഷെയ്ഖ് ഹസീനയുടെ ഒരു കാലം. അപ്പം ആ രീതിയിൽ ചില പ്രോഗ്രസീവായിട്ടുള്ള ചില കാര്യങ്ങൾ ഷെയ്ഖ് ഹസീന നടപ്പിലാക്കുമ്പോൾ തന്നെ അവരുടെ പല നിലപാടുകളും, പ്രത്യേകിച്ചും അവർ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന പല നയങ്ങളും പരിപാടികളും അല്ലെങ്കിൽ അവരുടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വലിയ തോതിലുള്ള പോപ്പുലർ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും പല ലെജിസ്ലേഷൻസ് അക്കാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള അവരുടെ ഭരണകാലത്ത് നടത്തിയിരുന്ന ലെജിസ്ലേഷൻസ്, ഇവരുടെ അഴിമതികൾ,
ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻസ്, പിന്നെ ഇതെല്ലാം ഏകദേശം ഇപ്പൊ തന്നെ അവരുടെ പേരിൽ ഏകദേശം 150ഓളം കേസുകൾ ബംഗ്ലാദേശിലെ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. എങ്കിൽ പോലും ഇതൊക്കെ തന്നെ മൊത്തത്തിൽ നമ്മൾക്ക് മുമ്പിൽ കിട്ടുന്ന ഒരു പിക്ചർ, ഒരു അതോറിറ്റേറിയൻ, വളരെ കൃത്യമായ രീതിയിൽ ഒരു അതോറിറ്റേറിയൻ റൂളർ എന്നുള്ള രീതിയിലുള്ള ഒരു പിക്ചറാണ് ഷെയ്ഖ് ഹസീനയെ കുറിച്ച് നമുക്ക് മുന്നിൽ കിട്ടും. അപ്പൊ അത്തരത്തിലുള്ള ഒരു റൂളർ വെളിയിലാക്കാനോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് ബംഗ്ലാദേശിന് പൂർണ്ണമായ അവകാശമുണ്ട്. അതൊരു ആഭ്യന്തര വിഷയമാണ്. മറ്റു ചില വിഷയങ്ങളും കൂടെ ഇതിനകത്തേക്ക് വന്നപ്പോഴാണ് അത് വളരെ വഷളായത്. പിന്നെ 2024 പിന്നെ ഓഗസ്റ്റ് മാസത്തില് നടന്ന ഈ ഗവൺമെന്റ് വിരുദ്ധ പ്രക്ഷോഭത്തില് ഭാഗമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ നിരവധി പിന്നെ ആരാധനാലയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളെ ആക്രമിക്കപ്പെട്ടു. അപ്പൊ ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗത്ത് സൃഷ്ടിച്ച ഒരു റെസ്പോൺസ്, അതാണ് ഇപ്പൊ ഈ പ്രശ്നം ഇത്രയധികം വഷളാക്കാൻ. പ്രത്യേകിച്ചും ഇപ്പൊ നമുക്കറിയാവുന്നതുപോലെ ഇസ്കോൺ എന്നുള്ള സംഘടന, അതിന്റെ ചിന്മോയി കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നെ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കപ്പെടുന്നു. പിന്നെ അത് മാത്രമല്ല, ഇസ്കോൺ അന്താരാഷ്ട്രമായിട്ട് തന്നെ വലിയ തോതിൽ പ്രചരണം അഴിച്ചുവിടുന്ന ഒരു ഹരേ രാമ ഹരേ കൃഷ്ണ പ്രസ്ഥാനമാണ് ഇസ്കോൺ എന്ന് പറയുന്നത്. അതില് ബംഗ്ലാദേശിന്റെ പ്രത്യേകിച്ചും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശം ഇസ്കോൺ അവരുടെ ആക്ടിവിറ്റി വളരെ ശക്തമാണ്. അപ്പോൾ അത് പിന്നെ ഇവര് ഈ പ്രൊപ്പഗാൻഡ വളരെ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ട്. ബംഗ്ലാദേശില് മൈനോറിറ്റി വലിയ അപകടത്തിലാണെന്നുള്ള ഒരു പ്രൊപ്പഗാൻഡ യഥാർത്ഥത്തിൽ അവിടെ. എന്നാൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അങ്ങനെ അല്ല പറയുന്നത്. അതായത് പ്രഥം എന്ന് പറയുന്ന പിന്നെ ഒരു പത്രം, ബംഗ്ലാദേശി പത്രം, പ്രഥമിന്റെ കണക്കുകൾ അനുസരിച്ച് ഇത്രയധികം പിന്നെ സംഭവങ്ങൾ അവിടെ നടന്നിട്ടില്ല. അത് മാത്രമല്ല, അതുമായിട്ട് ഇതിനെയൊക്കെ ഊതിപ്പെരിപ്പിച്ച കണക്കുകളാണ്. അപ്പം ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്, ഇന്ത്യ ഗവൺമെന്റോ അല്ലെന്നുണ്ടെങ്കിൽ സംഘപരിവാർ ശക്തികളോ ഇപ്പൊ ക്ലെയിം ചെയ്യുന്ന ആ ഒരു എക്സ്റ്റെന്റില് പിന്നെ അവിടെ നടന്നതെന്ന് നമുക്ക് സംശയിക്കേണ്ടത്. നടന്നിട്ടില്ല എന്ന് പറയാനല്ല ഞാൻ ശ്രമിക്കുന്നത്. എങ്കിൽ പോലും അതിനെ ഒരു പിന്നെ മൈനോറിറ്റി വിരുദ്ധ ഒരു കലാപമായിട്ട് ബംഗ്ലാദേശിൽ മാറുന്നു. അത് വ്യാപകമായിട്ട് പിന്നെ ഹിന്ദു ക്ഷേത്രങ്ങളും ഹിന്ദുക്കളും ആക്രമിക്കപ്പെടുന്നു എന്ന് ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നത് അത് തെറ്റാണ്. അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമില്ല. പ്രത്യേകിച്ചും ഇത് ഏറ്റവും അധികം ഉന്നയിക്കുന്നത് ഇന്ത്യയിലെ പിന്നെ വലതുപക്ഷ മാധ്യമങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ ഇതിനെ നമ്മൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. പ്രത്യേകിച്ചും ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രശ്നമാണ്. നമ്മൾ ആളിക്കത്തിക്കാനല്ല മറിച്ച് ശ്രമിക്കേണ്ടത് അതിനെ കുറയ്ക്കാൻ. ഇപ്പൊ ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് ബംഗ്ലാദേശ് തിരിച്ചടിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള അവകാശമില്ല. കാരണം ഇത് ഒരു രാഷ്ട്രത്തിന്റെ ആഭ്യന്തര പ്രശ്നമാണ്. അത്തരത്തിലുള്ള പ്രശ്നം പരിഹരിക്കേണ്ടത് ആഭ്യന്തരമായിട്ടാണ്. അത്തരം കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടൽ ആവശ്യമില്ല എന്ന തരത്തിലുള്ള ഇതിന്റെയൊക്കെ പിന്നെ അന്താരാഷ്ട്ര നിയമങ്ങളിലേക്കൊന്നും കടന്നു പോകേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഇതൊക്കെ മൊത്തത്തിൽ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നത്തെ വഷളാക്കുന്നതിൽ വലിയ തോതിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഒരുപക്ഷെ ഇനിയും ബംഗ്ലാദേശിന്റെ സമീപകാല പുനർനിർമ്മിതിയിലോ അല്ലെങ്കിൽ പുതിയ രാഷ്ട്രീയ നേതൃത്വം ഒരുപക്ഷെ BNP ഇപ്പോ പിന്നെ അവിടെ നിലനിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അതിന്റെ ലെജിറ്റിമസി പൂർണ്ണമായിട്ട്, അവാമി ലീഗിന് അതിന്റെ ലെജിറ്റിമസി പൂർണ്ണമായിട്ടും ഇല്ലാതായി കഴിഞ്ഞു. അതിനെ നിരോധിക്കപ്പെട്ടു. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയും ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിലപാട് എടുക്കുന്നത് എന്നും ഇപ്പം അത്ര നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അതൊരു വളരെ ദുരൂഹമായ എന്തോ ഒന്ന് അതിൽ നിലനിൽക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ എത്തുന്ന ഒരുപക്ഷെ ഒരു ടെമ്പററി ആയിട്ട് അഭയം കൊടുക്കുന്നതിൽ ഒരുപക്ഷെ തെറ്റില്ലായിരിക്കാം. എന്നാലും അതിനുശേഷം ഉള്ള പ്രശ്നത്തിൽ വളരെ കൃത്യമായ നിലപാടുകൾ ആവശ്യം. കാരണം അതായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കൂടുതൽ ദൃഢമായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഇന്ത്യ എന്താണ് നേട്ടമുണ്ടാകുന്നതെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇത്തരത്തിലുള്ള ഒരു നിലപാട് എടുക്കുന്നത് കൊണ്ട് ഒരു ബംഗ്ലാദേശി വിരുദ്ധ അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന അനുകൂല നിലപാട് ഇന്ത്യ എടുക്കുന്നത് കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകാവുന്ന മെച്ചം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അത് പ്രത്യേകിച്ചും ഇവിടുത്തെ ഹിന്ദു
തീവ്ര ഹിന്ദു വലതുപക്ഷ വിഭാഗങ്ങൾക്കുണ്ടാകാവുന്ന ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു നേട്ടമായിട്ട് മാത്രമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഒരു ഫോറിൻ പോളിസിയുടെ വിദേശ നയത്തിന്റെ ഒരു പെർസ്പെക്റ്റീവില് അതിന്റെ ഒരു രീതിയിൽ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ നിന്ന് എന്താണ് ഇന്ത്യക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് നമുക്ക് കാണാൻ കഴിയില്ല. നേട്ടം കുറയുന്നു എന്ന് മാത്രമല്ല, ബംഗ്ലാദേശ് ചൈനയ്ക്ക് അനുകൂലമായിട്ട് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ബംഗ്ലാദേശ് ഇത്തരത്തിലുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം ടെററിസം, ക്രോസ് ബോർഡർ ടെററിസം. ഇന്ത്യ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു സാധനമാണ്. ടെററിസത്തിന്റെ ഒക്കെ ഒരു കേന്ദ്രം ബംഗ്ലാദേശാണ്. ടെററിസ്റ്റുകളെ ഇന്ത്യയിലേക്ക് കടത്തിവിടുകയാണ് എന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൂടുതൽ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചരിത്രപരമായിട്ട് പരിശോധിച്ചാൽ തന്നെ BNP പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുമായിട്ട് കൂടുതൽ അടുപ്പം സൂക്ഷിക്കുന്ന കക്ഷികളാണ്. അതേസമയം അവാമി ലീഗ് ചരിത്രപരമായിട്ട് തന്നെ കുറച്ചുകൂടി സെക്യുലറായിട്ട് നിലപാടുകളും ആ മുന്നണി അവാമി ലീഗ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലാണ് പലപ്പോഴും അവിടുത്തെ സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ പാർട്ടികൾ അടക്കമുള്ള പാർട്ടികൾ ചേർന്നിട്ടുള്ളത്. അങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു വലിയ പരിധി വരെയൊക്കെ ഒരു കുറച്ചുകൂടെയെങ്കിലും സെക്യുലർ നമുക്ക് പറയാൻ കഴിയും. സെക്യുലറിസം പിന്നെ ബംഗ്ലാദേശിന്റെ ഭരണഘടന എന്ന് തന്നെ 1977 നീക്കിക്കളഞ്ഞതാണ്. അപ്പൊ എങ്കിൽ പോലും അല്പമെങ്കിലും അത്തരത്തിലുള്ള ആശയങ്ങൾ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അവാമി ലീഗാണ്. ഈ അവാമി ലീഗിനെ ഇപ്പം പൂർണ്ണമായിട്ട് അവിടെ നിഷേധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇങ്ങനെ ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തില് ഇന്ത്യയുടെ പ്രത്യേകിച്ച് ഈ സമീപ സാഹചര്യങ്ങളുടെ ഒരു വെളിച്ചത്തില് ഇന്ത്യയുടെ നിലപാട് നമ്മൾ പുനഃപരിശോധിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ ദൂരവ്യാപകമാണ് നമ്മുടെ വിദേശ നയത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര നയത്തിന്റെയൊക്കെ ഒരു സുരക്ഷയ്ക്കും ഒക്കെ ഏറ്റവും നന്നായിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.